ഇതെന്താ ശിവാനി നിന്റെ ചുണ്ടില്? എന്താ? ഇത് ചിക്കന്റെ മസാലയാണല്ലോ. നീ എന്താ ചിക്കൻ കഴിച്ചോ? ഏ ചിക്കനോ? ഞാനൊന്നും കഴിച്ചിട്ടില്ല. ഇവിടുന്ന് തരുന്ന കഞ്ഞിയല്ലാതെ വേറെ ഒന്നും കഴിക്കരുതെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? പിന്നെ എന്തിനാ ഇതൊക്കെ വാങ്ങിച്ചു കഴിച്ചത്? ഞാൻ കഴിച്ചില്ല നിധി. നീ കഴിക്കാതെ ചിക്കൻ ഫ്രൈയുടെ മസാല പിന്നെ എങ്ങനെ നിന്റെ ചുണ്ടിൽ വന്നു? എന്തിനാ അമ്മായി ഇവൾക്ക് ചിക്കനൊക്കെ വാങ്ങിച്ചു കൊടുത്തത്? കഞ്ഞിയല്ലാതെ വേറൊന്നും കൊടുക്കരുതെന്ന് ഇവിടുന്ന് പറഞ്ഞതല്ലേ? അയ്യോ, ഇവള് ചിക്കനൊന്നും കഴിച്ചില്ല നിധി. വന്ന് കയറിയപ്പോഴേ ഞാൻ ശ്രദ്ധിച്ചു. ഈ മുറിയിൽ ആകെ ചിക്കൻ ഫ്രൈയുടെ ഒരു മണം ഉണ്ടായിരുന്നു. ഓ അതാണോ? അത് പിന്നെ ഞാൻ ക്യാൻറ്റീനിൽ നിന്ന് ഒരു ചിക്കൻ ഫ്രൈ വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവന്ന് കഴിച്ചു. ഞാനാ കഴിച്ചത്. അതിന്റെ സ്മെല്ലായിരിക്കും. അമ്മായി കഴിച്ചാൽ ആ ചിക്കൻ മസാല ഇവളുടെ ചുണ്ടിൽ എങ്ങനെ വന്നു? ആ അത് ചിക്കൻ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണല്ലോ നേഴ്സ് വന്ന് കഞ്ഞി കൊടുക്കാൻ പറഞ്ഞത്. ആ തിരക്കിനിടയില് ഞാൻ കൈ കഴുകിയില്ലായിരുന്നു. അപ്പോ ഒരുപക്ഷെ കഞ്ഞി കോരി കൊടുത്തപ്പോ എന്റെ കൈയിൽ നിന്നെങ്ങാനും ഇവളുടെ ചുണ്ടത്ത് പറ്റിയതായിരിക്കും. വെറുതെ ഓരോന്ന് പറയല്ലേ അമ്മായി. ആദ്യം ഡോക്ടർ പറയുന്നത് അനുസരിക്കാൻ നോക്ക്. സോറി നിധി, ഞാൻ കഴിക്കുന്നത് കണ്ടപ്പോ ഇവക്കും ഒരു ചെറിയ പീസ് വേണമെന്ന് പറഞ്ഞു. ഒരു ചെറിയ പീസ് അത്രേ ഞാൻ കൊടുത്തോളൂ. എന്തായാലും അമ്മായി ആള് കൊള്ളാം. ശോ, എന്ത് പറയാനാണെന്ന് പറ. അയ്യോ, എന്താ ഇത്? ഈ ഡ്രിപ്പ് ആരാ ഊരിയിട്ടത്? എന്താ ശിവാനി ഇത്? ഡ്രിപ്പ് ഊരിയോ? അതെങ്ങനെയാ? ഞാൻ ശ്രദ്ധിച്ചില്ലല്ലോ. എന്താ അമ്മായി ഒരു ശ്രദ്ധയില്ലാത്തത്? അത് ആ നേഴ്സ് നേരെ കണക്ട് ചെയ്ത് കാണൂല. ഞാൻ അങ്ങോട്ട് നോക്കിയതുമില്ല. ഇവർക്കൊന്നും ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത എന്താ? ഞാനിപ്പോ വരാം. എന്തോ നടിയത്? കിടക്കാൻ നേരത്ത് ആ കുന്ത്രണ്ട് അടുത്ത് തിരികെ കയറ്റിക്കൂടായിരുന്നു. അപ്പോഴത്തെ വെപ്രാതെ ഞാൻ ഓർത്തില്ല. സിസ്റ്ററെ, ഒരു മിനിറ്റ് ഒന്നങ്ങോട്ട് വന്നേ. എന്തു പറ്റി? ഒരു കാര്യം കാണിച്ചു തരാം, വാ.